നായിനിൽ നിന്ന് എസ്ദ്രോണിലേക്ക്. ഈശോ മീക്കായുടെ വീട്ടിൽ താമസിക്കുന്നു. അസ്തമന സമയം. ചുവന്ന ആകാശത്തിൽ സൂര്യൻ താണുകൊണ്ടിരിക്കുന്നു. യോഹന്നാന്റെ വയലിനെതിരെ ഈശോ നടന്നു വരുന്നു. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നമുക്കങ്ങെത്തണം. സ്നേഹിതരെ, അതുകൊണ്ട് നടപ്പിന് വേഗത കൂട്ടാം. പത്രോസേ, നിന്റെ സഹോദരനെയും കൂട്ടിക്കൊണ്ട് ഡോറസിന്റെ പണിക്കാരനായ നമ്മുടെ സ്നേഹിതന്മാരെ വിവരമറിയിക്കൂ. ഞാൻ തീർച്ചയായും പോകുകയാണ്. മകൻ പോയിക്കളഞ്ഞോ എന്നറിയാൻ കൂടെ എനിക്ക് ആഗ്രഹമുണ്ട്. മകൻ എന്ന വാക്ക് പത്രോസ് ഊന്നിപ്പറയുന്നു. പത്രോസ് പോകുന്നു. ഈശോ നടപ്പിന് വേഗത സ്വയം കുറച്ചു. യോഹന്നാന്റെ പണിക്കാരാരെങ്കിലും അവിടെയുണ്ടോ എന്ന് ചുറ്റും നോക്കുന്നുണ്ട്. എന്നാൽ വയൽ മാത്രം. കതിരെല്ലാം നല്ല പുഷ്ടിയുള്ളവയാണ്. അവസാനം മുന്തിരി ഇലകളുടെ ഇടയിൽ ഒരു മുഖം കാണാറാകുന്നു. വിയർപ്പിൽ കുളിച്ചിരിക്കുന്ന മുഖം. ഓ അനുഗ്രഹീതനായ എൻ്റെ കർത്താവേ എന്നൊരു സ്വരവും വിസ്മയവും. മുന്തിരിത്തോട്ടത്തിൽ നിന്ന് അയാൾ ഓടിവന്നു. ഈശോയുടെ പാദത്തിങ്കൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു. എസയാ, നിനക്ക് സമാധാനം ഉണ്ടാകട്ടെ. ഓ, അങ്ങെൻ്റെ പേരും ഓർമ്മിക്കുന്നുണ്ടല്ലോ. അതെൻ്റെ ഹൃദയത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എഴുന്നേൽക്കൂ. നിന്റെ കൂട്ടുകാരെല്ലാം എവിടെ? അതാ അവിടെ, ആപ്പിൾ തോട്ടത്തിൽ. ഞാൻ ഉടനെ പോയി പറയാം. അങ്ങ് ഞങ്ങളുടെ അതിഥിയായിരിക്കും ഇല്ലേ? യജമാനൻ ഇവിടെയില്ല. ഞങ്ങൾക്ക് അങ്ങയെ സ്വീകരിക്കുവാൻ കഴിയും. എങ്ങനെയായാലും, ഭയമായാലും സന്തോഷമായാലും കാര്യങ്ങൾ മെച്ചപ്പെടുന്നുണ്ട്. ഇക്കൊല്ലം അയാൾ ഞങ്ങൾക്കൊരു ആട്ടിൻകുട്ടിയെ തന്നു. ദേവാലയത്തിൽ പോകാൻ അനുവദിക്കും. 6 ദിവസമേ ഒഴിവ് തന്നിട്ടുള്ളൂ. ആ ദൂരം മുഴുവൻ ഞങ്ങൾ ഓടും. ജെറുസലത്ത് ഞങ്ങൾക്ക് പോകാമല്ലോ. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. അങ്ങേക്ക് നന്ദി. മനുഷ്യൻ 7ാം സ്വർഗത്തിലാണെന്ന് തോന്നുന്നു. ആ മനുഷ്യനെന്ന നിലയിലും ഒരു ഇസ്രയേൽക്കാരൻ എന്ന നിലയിലും തന്നോട് വർത്തിച്ചതിലുള്ള സന്തോഷം. എനിക്കറിയാവുന്നിടത്തോളം ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഈശോ പുഞ്ചിരി തൂകിക്കൊണ്ട് പറയുന്നു. ഏയ്, അങ്ങനെയല്ല. അങ്ങ് വളരെ ചെയ്തു. ഡോറാസും അയാളുടെ വയലുകളും എന്നാൽ ഇവയെല്ലാം ഇക്കൊല്ലം എത്ര മനോഹരമായിരിക്കുന്നു. അങ്ങയുടെ സന്ദർശനത്തിനെ കുറിച്ച് യോഹന്നാൻ അറിഞ്ഞു. അയാൾ ഒരു വിഡ്ഢിയൊന്നുമല്ല. അയാൾക്ക് പേടിയാണ്. അയാൾക്ക് പേടി. എന്തിനെ പേടിക്കുന്നു? ഡോറാസിന് സംഭവിച്ചത് അയാൾക്കും സംഭവിക്കുമോ എന്ന് പേടി. അവൻ്റെ ജീവനെ ഓർത്തും വസ്തുവകകളെ ഓർത്തും പേടി. ഡോറാസിന്റെ നിലങ്ങൾ അങ്ങ് കണ്ടോ? ഞാൻ നായിനിൽ നിന്നാണ് വരിക. അങ്ങനെയാണെങ്കിൽ കണ്ടിട്ടില്ല. അതാകെ നശിച്ചു. ഇത് വളരെ താണസ്വരത്തിലാണ് അയാൾ പറയുന്നത്. വളരെ ഭയാനകമായ ഒരു രഹസ്യം കൈമാറുന്നത് പോലെ. അവ മുഴുവനും നശിച്ചു. വൈക്കോലില്ല, പുല്ലില്ല, പഴങ്ങളില്ല. മുന്തിരിവള്ളികളും ഫലവൃക്ഷങ്ങളും എല്ലാം കരിഞ്ഞു. എല്ലാം ചത്തു. സർവ്വതും നശിച്ചു. സോദോം ഗൊമോറ പോലെ. വരൂ, ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ആവശ്യമില്ല. ഞാൻ ആ പണിക്കാരെ കാണാൻ പോവുകയാണ്. പക്ഷേ അവരെവിടെയില്ല. അതങ്ങ് അറിഞ്ഞില്ലേ? ഡോറാസിൻ്റെ മകൻ ഡോറാസ് അവരെയെല്ലാം പിരിച്ചുവിട്ടു. നാട്ടിൻ പുറത്ത് അകലെയുള്ള വയലുകളിലേക്ക് അയച്ചവരോട് കർശനമായി പറഞ്ഞിരിക്കുകയാണ്. അങ്ങയെക്കുറിച്ചൊന്നും പറഞ്ഞേക്കരുത്. പറഞ്ഞാൽ ചാട്ടവാറ് കൊണ്ട് അടിക്കുമെന്ന്. അങ്ങയെക്കുറിച്ച് സംസാരിക്കാതിരിക്കാനോ? അത് വിഷമമേറിയ കാര്യമാണ്. യോഹന്നാൻ പോലും അങ്ങനെ പറഞ്ഞു. അയാൾ എന്തു പറഞ്ഞു? അയാൾ പറഞ്ഞത് ഞാൻ ഡോറാസിനെ പോലെ ഒരു വിഡ്ഢിയല്ല. അയാൾ പറഞ്ഞതുപോലെ നസ്രായനെ കുറിച്ച് സംസാരിക്കരുതെന്ന് ഞാൻ നിങ്ങളോട് പറയുകയില്ല. അങ്ങനെ പറയുന്നത് കൊണ്ട് ഒരു ഉപകാരവുമില്ല. പറഞ്ഞാലും നിങ്ങൾ സംസാരിക്കാതിരിക്കുകയില്ല. പിന്നെ ഇണങ്ങാത്ത മൃഗങ്ങളെ അടിക്കുന്നത് പോലെ നിങ്ങളെ തല്ലിക്കൊണ്ട് നിങ്ങൾ എനിക്ക് നഷ്ടമാകാതിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നേരെ മറിച്ച് ഞാൻ ഇതാണ് പറയുന്നത്. നസ്രിയേൽ നിങ്ങളെ പഠിപ്പിക്കുന്നത് പോലെ നിങ്ങൾ നല്ലവരായിരിക്കുവിൻ. ഞാൻ നിങ്ങളോട് നന്നായി പെരുമാറുന്നു എന്ന് അദ്ദേഹത്തോട് പറയുകയും ചെയ്യുക. ശപിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായും അയാൾ കണ്ടു മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ വയലുകളെയെല്ലാം അങ്ങ് അനുഗ്രഹിച്ച ശേഷം എത്ര നന്നായി ഫലം നൽകിയെന്ന്
അതുപോലെ അങ്ങ് ശപിച്ച വയലുകൾക്ക് എന്തു സംഭവിച്ചെന്നും മനസ്സിലാക്കി. ഓ, എനിക്ക് വേണ്ടി നിലമുഴുതു തന്ന ആളുകൾ ഇതാ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പത്രോസിന്റെയും ആൻഡ്രുവിന്റെയും പക്കലേക്ക് അയാൾ ഓടിച്ചെന്ന് അവരെ അഭിവാദ്യം ചെയ്യുന്നു. എന്നാൽ പത്രോസ് വളരെ ചുരുക്കത്തിൽ അവരോട് സംസാരിച്ച ശേഷം യാത്ര തുടരുകയാണ്. ഉച്ചത്തിൽ വിളിക്കുന്നു, ഗുരുവേ, ഒരൊറ്റയാൾ പോലും ഇവിടെയില്ല. എല്ലാം പുതുമുഖങ്ങളാണ്. എല്ലാം നശിച്ച് നാശമായി കിടക്കുന്നു. ഇവിടെ പണിക്കാരെ കൂടാതെ കഴിയാം. ഇവിടെ ഉപ്പുകടലിനേക്കാൾ കഷ്ടമായി ഇരിക്കുന്നു. എനിക്കറിയാം, യെശയ്യാ എന്നോടെല്ലാം പറഞ്ഞു. എന്നാലും ഒന്ന് വന്നു നോക്കിക്കേ, എന്തൊരു കാഴ്ച. ഈശോ പത്രോസ് ആവശ്യപ്പെട്ടതിന് വഴങ്ങുന്നു. എന്നാൽ യെശയ്യായോട് പറയുന്നു, ഞാൻ നിന്റെ വീട്ടിൽ നിന്ന് താമസിക്കാം, നിന്റെ കൂട്ടുകാരെയും അറിയിക്കൂ. എന്നാൽ എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടുകയൊന്നും വേണ്ട. ആവശ്യത്തിന് ഭക്ഷണം എൻ്റെ പക്കലുണ്ട്. ഞങ്ങൾക്കാകെ ആവശ്യമുള്ളത് കിടന്നുറങ്ങാൻ കളപ്പുരയും നിങ്ങളുടെ സ്നേഹവും മാത്രമാണ്. ഞാൻ ഉടനെ തന്നെ തിരിച്ചു വരും. ഡോറാസിൻ്റെ വയലുകളുടെ സ്ഥിതി വളരെ ദയനീയമായൊരു കാഴ്ചയാണ്. വയലുകളും പുൽത്തകിടുകളും ഉണങ്ങി വരണ്ടു കിടക്കുന്നു. മുന്തിരിത്തോട്ടങ്ങൾ കരിഞ്ഞു. ഫലവൃക്ഷത്തോട്ടങ്ങളിൽ നാനാതരത്തിലുള്ള പ്രാണികളുടെ ശല്യം. നശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്രയധികം പ്രാണികൾ. വൃക്ഷങ്ങളുടെ ഇലകളും ഫലങ്ങളും എല്ലാം അവ പാടെ നശിപ്പിച്ചിരിക്കുന്നു. വീടിനടുത്തുള്ള ഫലവൃക്ഷത്തോട്ടവും നശിച്ചു പോകുന്ന ഒരു വനപ്രദേശം പോലെ. പണിക്കാർ കളകൾ പറിക്കുന്നു. പ്രാണികളെ പലവിധത്തിൽ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. പുഴുക്കളെ ചവിട്ടിക്കൊല്ലുന്നു. മരങ്ങളുടെ ശിഖരങ്ങൾ കുലുക്കി അവയുടെ താഴെ പാത്രങ്ങൾ വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് കീടങ്ങളെ വീഴിക്കുന്നു. മുന്തിരിവള്ളികളിൽ ജീവന്റെ ലക്ഷണം എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ചിലർ. എന്നാൽ അവയെ തൊടുമ്പോൾ തന്നെ അവ പൊടിഞ്ഞു പോകുന്നു. മുന്തിരികളുടെ ചൂട് വാളുകൊണ്ട് അറുത്താൽ എന്ന പോലെ വള്ളികൾ പ്രധാന തണ്ടിൽ നിന്നും അറ്റുപോകുന്നു. യോഹന്നാന്റെ വയലുകളുടെ ഫലസമൃദ്ധിക്കെതിരെ ഈ സ്ഥിതിവിശേഷം കൂടുതൽ രൂക്ഷതയുള്ളതായി തോന്നിക്കുന്നു. സീനായി മലയിലെ ദൈവത്തിന്റെ കരം എത്ര ഭയാനകരം. തീക്ഷ്ണമതിയായ സൈമൺ താഴ്ന്ന സ്വരത്തിൽ പറയുന്നു. നീ പറഞ്ഞത് എത്ര ശരിയാണെന്ന് ദ്യോതിപ്പിക്കുന്ന വിധത്തിൽ ഈശോ ആംഗ്യം കാണിക്കുന്നു. എന്നാൽ ഒന്നും പറയുന്നില്ല. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് മാത്രം ചോദിക്കുന്നു. പണിക്കാരിൽ ഒരാൾ പല്ലുറുമിക്കൊണ്ട് പറയുന്നു, എലികൾ, വെട്ടുകിളികൾ, പുഴുക്കൾ. എന്നാൽ ദൂരെ പോകൂ, നടത്തുകാരൻ ഡോറാസിനോട് വിശ്വസ്തത പുലർത്തുന്നവരാണ്. ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുത്താതെ അകന്നു പോകൂ. ഈശോ നെടുവീർപ്പ് തീർത്തുകൊണ്ട് നടന്നു നീങ്ങുന്നു. വീണുപോയ ആപ്പിൾ മരം താങ്ങി നിർത്താനുള്ള ശ്രമത്തിൽ മരത്തിനടിയിൽ കുനിഞ്ഞു നിന്ന് ശ്രമിക്കുന്ന വേറൊരു പണിക്കാരൻ പറയുന്നു, നാളെ ഞങ്ങൾ നിന്റെ പക്കൽ വരാം. ഞങ്ങളുടെ മേലാൾ നാളെ പ്രാർത്ഥനക്കായി ജെറുസലേമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ മീക്കായുടെ വീട്ടിലേക്ക് വരാം. അയാളെ അനുഗ്രഹിച്ച ശേഷം ഈശോ നടന്നകലുന്നു. നാൽക്കവലയിൽ തിരിച്ചെത്തിയപ്പോൾ യോഹന്നാന്റെ പണിക്കാരെല്ലാം അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. എല്ലാവർക്കും സന്തോഷവും ഉത്സാഹവും. അവരെല്ലാവരും ചുറ്റുകൂടി ഈശോയെ അവരുടെ വസതിയിലേക്ക് കൊണ്ടുപോകുന്നു. ഈശോ തങ്ങളുടെ മിശിഹായാണെന്നവർ അംഗീകരിച്ച് സ്വീകരിക്കുകയാണ്. അതാ, അവിടുത്തെ എല്ലാം കണ്ടോ? ഞാൻ കണ്ടു. ഡോറാസിന്റെ പണിക്കാർ നാളെ വരും. തീർച്ചയായും ആ മുതുചെന്നായ്കൾ പ്രാർത്ഥിക്കാൻ പോയി കഴിയുമ്പോൾ എല്ലാ സാബത്ത് നാളിലും ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് കൂടി അങ്ങയെക്കുറിച്ച് സംസാരിക്കും. യോനായും എസക്കും ഇടയ്ക്കിടെ ഞങ്ങളെ വന്ന് കാണാറുണ്ട്. അവരിൽ നിന്നും ഞങ്ങൾ കേൾക്കുന്ന കാര്യങ്ങളും ഞങ്ങൾക്കറിയാവുന്ന രീതിയിൽ പഠിപ്പിക്കും. ഞങ്ങളുടെ കഴിവെല്ലാം ഉപയോഗിച്ച് പഠിപ്പിക്കും. കാരണം അങ്ങയെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ ഞങ്ങളെ കൊണ്ടാവില്ല. ഞങ്ങളെ എത്രമാത്രം ഇതിൽ നിന്നും വിലക്കുന്നുവോ, എത്രമാത്രം സഹനങ്ങൾ ഞങ്ങൾക്കുണ്ടാകുന്നോ, അതിലധികമായി ഞങ്ങൾ അങ്ങയെക്കുറിച്ച് സംസാരിക്കുന്നു. ആ സാധു മനുഷ്യൻ സാബത്ത് ദിവസം അവർ ജീവിതത്തിൻ്റെ അന്തസത്ത പാനം ചെയ്ത് തൃപ്തരാകുന്നു.
എന്നാൽ ഈ സമതലത്തിൽ എത്രയോ ആളുകൾ അങ്ങയെ അറിയാൻ ആഗ്രഹിക്കുന്നു, അങ്ങയെ കാണാനെങ്കിലും ആഗ്രഹിക്കുന്നു. എന്നാൽ അവർക്കത് കഴിയുന്നില്ല. അവരുടെ കാര്യത്തിൽ ഞാൻ ശ്രദ്ധിക്കാം. നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് സമാനമായി ധാരാളം ദൈവാനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ. സൂര്യൻ അസ്തമിക്കുകയാണ്. ആകെ പുകപിടിച്ച് കറുത്തിരിക്കുന്ന ഒരു അടുക്കളയിലേക്ക് ഈശോ കയറുന്നു. സാബത്തിന്റെ വിശ്രമം ആരംഭിക്കുകയായി.